എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞാൽ ജോലി സാധ്യത എന്തൊക്കെയാണ്? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഈ കാശൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് അവസാനം നമുക്ക് ജോലി ഇട്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ. ജോലി സാധ്യത വളരെയധികം കൂടുതലുള്ളൊരു ഏരിയയാണ് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതിൻ്റെ കാരണം ഞാൻ പലപ്പോഴായി പറയുന്ന മാതിരി നമുക്ക് ഈ കഴിഞ്ഞൊരു 10 ഇയേഴ്സിലും ഇനി അടുത്തൊരു 10-20 ഇയേഴ്സിലും എംബഡഡ് സിസ്റ്റം ഇൻഡസ്ട്രി വളരെയധികം ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു 10% പെർ ആനം ഇൻക്രീസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് അടുത്തൊരു ഡെക്കേഡിലേക്ക് ഏതാണ്ട് ഡബിൾ ആവുന്ന രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ വൻ കമ്പനികൾ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. എംബഡഡ് സിസ്റ്റം, വെയറബിൾ ഡിവൈസസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, AI, എഡ്ജ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ഏരിയകളിൽ. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അത് പല ജോബ് കാറ്റഗറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പർ, എംബഡഡ് സിസ്റ്റം ഫേംവെയർ എഞ്ചിനീയർ, ആർട്ടോസ് എഞ്ചിനീയർ, അങ്ങനെ പല പേരുകളിലായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന ജോബ് പ്രൊഫൈലുകളാണ് ഇതെല്ലാം. അപ്പം ജോലി സാധ്യത നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സാധ്യതയുള്ള ഏരിയയാണ് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്.